ഇറാൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ ഖാർഗ് എന്ന പവിഴദ്വീപിൽ ഇന്ന് തീ പടരുകയാണ്. US ഇസ്രായേൽ ഇറാൻ യുദ്ധം അതിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. അമേരിക്ക ഇറാൻ്റെ ഖാർഗ് ദ്വീപിനെ ആക്രമിച്ചിരിക്കുന്നു. ലോകം ഇത്രയും കാലം ഭയപ്പെട്ട ആ നീക്കം ഒടുവിൽ സംഭവിച്ചിരിക്കുന്നു. പിന്നാലെ പശ്ചിമേഷ്യയിലെ US എണ്ണ കമ്പനികൾ ആക്രമിക്കുമെന്ന ഇറാൻ്റെ മുന്നറിയിപ്പുമുണ്ട്. ഇറാൻ്റെ എണ്ണ കയറ്റുമതിയുടെ 90% കൈകാര്യം ചെയ്യുന്ന ഈ ടെർമിനലിന് നേരെ ഒരു ആക്രമണമുണ്ടാകുമ്പോൾ അത് ഇറാനെ മാത്രമല്ല, ലോകത്തെ ആകെ എങ്ങനെ ബാധിക്കും? എന്തുകൊണ്ടാണ് ഇത്രയും കാലം അമേരിക്ക ഖാർഗ് ദ്വീപിനെ തൊടാൻ മടിച്ചത്? നമുക്ക് പരിശോധിക്കാം. ഇറാൻ്റെ തീരത്തുനിന്ന് വെറും 25 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന വെറും 22 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഒരു ചെറിയ ദ്വീപാണ് ഖാർഗ്. ബുഷർ പ്രവിശ്യയുടെ ഭാഗമായ ദ്വീപിൽ 8000-ഓളം ജനങ്ങളാണ് ആകെയുള്ളത്. ഇറാൻ്റെ തീരപ്രദേശങ്ങളിൽ കടലിന് ആഴം കുറവായതിനാൽ ഭീമൻ എണ്ണ കപ്പലുകൾക്ക് അവിടെ അടുക്കാനാകില്ല. എന്നാൽ ഖാർഗ് വ്യത്യസ്തമാണ്. പ്രകൃതിദത്തമായ ആഴമുള്ള തുറമുഖം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ ടാങ്കറുകൾക്ക് ഇവിടെ സുരക്ഷിതമായി നങ്കൂരപ്പെടാം. ഹോർമുസ് കടലിടുക്കിന് സമീപത്താണെന്ന സവിശേഷതയുമുണ്ട്. പ്രതിദിനം 70 ലക്ഷം ബാരൽ എണ്ണ വരെ ലോഡ് ചെയ്യാൻ ശേഷിയുള്ള ഈ ടെർമിനൽ ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയാണ്. 1950കളിൽ ഇറാൻ്റെ തെക്കൻ മേഖലകളിൽ വൻതോതിൽ എണ്ണപ്പാടങ്ങൾ കണ്ടെത്തിയതോടെയാണ് ഒരു ചെറിയ പവിഴദ്വീപ് മാത്രമായിരുന്ന ഖാർഗ് ഇറാൻ്റെ കറുത്ത സ്വർണത്തിൻ്റെ കവാടമാകുന്നത്. ഗെറ്റ്സാരാൻ, ഖൂസിസ്ഥാൻ പാടങ്ങളിൽ നിന്നുള്ള എണ്ണ കടലിനടിയിലൂടെയുള്ള പൈപ്പ് ലൈനുകൾ വഴി ഇറാൻ ഖാർഗിലെത്തിച്ചു. 1960കളിൽ വിദേശ നിക്ഷോഭത്തോടെ ഖാർഗ് ലോകത്തെ രണ്ടാമത്തെ വലിയ എണ്ണ കയറ്റുമതി കേന്ദ്രമായി വളർന്നു. സൗദിയിലെ റാസ് തനൂറ കഴിഞ്ഞാൽ ഖാർഗാണ് ലോകത്തിലെ വലിയ ക്രൂഡ് ഓയിൽ എക്സ്പോർട്ട് ടെർമിനലായിട്ടുള്ളത്. ഇതാദ്യമായല്ല ഖാർഗ് യുദ്ധത്തിൻ്റെ കനൽ ചൂടറിയുന്നത്. 1980കളിലെ ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് സദ്ദാം ഹുസൈൻ്റെ സൈന്യം പലവട്ടം ഖാർഗിനെ തകർക്കാൻ ശ്രമിച്ചിരുന്നു. ഒന്നിലേറെ തവണ ഇറാഖ് ഖാർഗിന് മേൽ ബോംബ് വർഷിക്കുകയും ചെയ്തു. 1986ൽ ഈ ടെർമിനൽ പൂർണ്ണമായും പ്രവർത്തനരഹിതമായി. പക്ഷേ ഓരോ തകർച്ചയിൽ നിന്നും ഇറാൻ ഇതിനെ പുനർനിർമ്മിച്ചു. ഇന്ന് ഒരേ സമയം 10 സൂപ്പർ ടാങ്കറുകൾ ലോഡ് ചെയ്യാൻ ശേഷിയുള്ള വൻ സമുച്ചയമായി ഖാർഗ് മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ ഖാർഗിനെ ലക്ഷ്യം വയ്ക്കുന്നത്? ഉത്തരം ലളിതമാണ്. എതിരാളിയായ ഇറാൻ്റെ നട്ടെല്ലൊടിക്കുക. ഒരു യുദ്ധം നയിക്കാൻ വൻതോതിൽ പണം ആവശ്യമാണ്. ഇറാൻ്റെ വരുമാനത്തിൻ്റെ 90%വും ഖാർഗ് വഴിയുള്ള എണ്ണക്കടത്താണ്. ഖാർഗ് തകർന്നാൽ ഇറാൻ്റെ പ്രതിദിന വരുമാനം നിലയ്ക്കും. യുദ്ധം തുടരാൻ ആവശ്യമായ പണമില്ലാതെ ഇറാൻ്റെ പ്രതിരോധം പെട്ടെന്ന് തകരുമെന്നാണ് ട്രംപ് ഭരണകൂടം കണക്കുകൂട്ടുന്നത്. ദ്വീപിനെ ആക്രമിക്കുന്നതിലൂടെ ഇറാൻ്റെ ശ്രദ്ധ തന്ത്രപ്രധാനമായ കേന്ദ്രം സംരക്ഷിക്കുന്നതിലേക്ക് മാറ്റാനുള്ള ശ്രമം കൂടിയാണ് നടക്കുന്നത്. ഇറാൻ്റെ പ്രതിരോധം ദുർബലമാകുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള ആണവ വസ്തുക്കൾ സുരക്ഷിതമാക്കുന്നതിനോ അല്ലെങ്കിൽ നിർവീര്യമാക്കുന്നതിനോ വേണ്ടിയുള്ള പ്രത്യേക സൈനിക നീക്കങ്ങളും US-ന് മുന്നിലുണ്ട്. പക്ഷേ ഈ ആക്രമണം ഇരുതല്ല മൂർച്ചയുള്ളൊരു വാളായി തന്നെ വേണം കാണാൻ. ഖാർഗ് തകർന്നാൽ ആഗോള വിപണിയിൽ എണ്ണയുടെ ലഭ്യത 4.5% വരെ കുറയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് എണ്ണവില ബാരലിന് $150 വരെ എത്തിക്കാൻ സാധ്യതയുണ്ട്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടിയാൽ ആഗോള എണ്ണ വ്യാപാരത്തിൻ്റെ 20%വും സ്തംഭിക്കും. ലോകരാജ്യങ്ങളിൽ ഉണ്ടാകുന്ന വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധിയും അമേരിക്കയെയും ബാധിക്കുമെന്നതിനാലാണ് ഇത്രയും കാലം അവർ സംയമനം പാലിച്ചത്. എന്നാൽ ഇപ്പോൾ ആ ലക്ഷ്മണരേഖ അമേരിക്ക മറികടന്നിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് അതീവ ഗുരുതരമായൊരു സാഹചര്യമാണ്. ഇറാനിൽ നിന്നുള്ള വിതരണം തടസ്സപ്പെടുകയും ആഗോള വില ഉയരുകയും ചെയ്താൽ ഇന്ത്യയിൽ ഇന്ധനവില ലിറ്ററിന് 120 മുതൽ 150 രൂപ വരെ ആവാൻ സാധ്യതയുണ്ട്. ഇത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തളർത്തുകയും ചെയ്യും. ചൈനയെയും ഇത് സമാനമായ രീതിയിൽ ബാധിക്കും. റഷ്യൻ എണ്ണയെ ആശ്രയിക്കാൻ ശ്രമിച്ചാലും ആവശ്യകത കൂടുന്നത് വില വർദ്ധിപ്പിക്കാനേ സഹായിക്കൂ. ഖാർഗ് ദ്വീപിന് മേലുള്ള ആക്രമണം ഇറാൻ്റെ ശ്വാസം മുട്ടിക്കും. ഈ ആക്രമണം ലോകത്തെ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമോ? ഇറാൻ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? സൗദിയിലെയും UAE-യിലെയും എണ്ണപ്പാടങ്ങൾ ഇറാൻ ലക്ഷ്യം വയ്ക്കുമോ? യുദ്ധം അതിൻ്റെ ഏറ്റവും ഭയാനകമായ ഘട്ടത്തിലാണ്. ലോകം ഒരു ഊർജ്ജ യുദ്ധത്തിലേക്കാണ് അത്രമേൽ ആശങ്കയോടെ പകച്ചു നോക്കുന്നത്.